ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഗോൾഡൻ കോയിൻ എഗ്സ് തയ്യാറാക്കാം. ഇതെന്ന് പറയുന്നത് ഒരു നല്ലൊരു സ്റ്റാർട്ടറാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരു ഇന്തോ ചൈനീസ് ഡിഷ് കൂടിയാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഗോൾഡൻ കോയിൻ എഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. മാക്സിമം കനം കുറച്ച് തന്നെ മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ കേട്ടോ. ഒരു മുട്ട ഞാനൊരു 6 പീസൊക്കെ ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനേക്കാളും കനം കുറച്ച് മുറിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം കണ്ടോ, മുട്ട എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലോർ ഉണ്ട് കേട്ടോ. കോൺഫ്ലോർ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാത്തിലും ഞാൻ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് വെച്ചിട്ട് ആ ഒരു ഭാഗത്തും നമുക്ക് കോൺഫ്ലോർ എല്ലാത്തിലും ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ എഗ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇനി നമുക്കൊരു വൈഡായിട്ടുള്ള പാൻ എടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വേണ്ട, 1 ടേബിൾ സ്പൂൺ ഒക്കെ മതി കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച് ഈ ഒരു മുട്ടയുണ്ടല്ലോ, ഇത് ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കണത്. അപ്പോൾ അതൊക്കെ ഓരോ പീസസും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 പ്രാവശ്യമായിട്ട് നമുക്ക് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാട്ടെ. ഇതിപ്പോൾ എഗ്ഗായ കാരണമാണ് ഇതുപോലെ ബബിൾസ് വരുന്നത്. അതൊക്കെ നമുക്ക് ഓരോന്നും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു യെല്ലോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടും ഒരു ചെറിയ കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി ഈ ഒരു ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. അപ്പോൾ നമ്മുടെ എഗ്സ് എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. കണ്ടില്ലേ, ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. വേഗം നമുക്ക് കോരി മാറ്റാം. ഇതാ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഈ സെയിം എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇതിനൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പം നമ്മുടെ എഗ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കുന്നത് ഈ സെയിം പാനിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഈ സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മുറിച്ചെടുത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് വെളുത്തുള്ളി മുറിച്ചതാണ് എടുക്കണത്. ഒരു 3 വലിയ അല്ലി വെളുത്തുള്ളി മുറിച്ചെടുത്തതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തത്. 2 പച്ചമുളക് മുറിച്ചത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സ്പ്രിംഗ് ഓണിയൻ വൈറ്റും മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വന്നാൽ മതി. ഒരുപാട് വഴന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മതി. ഇതിലേക്ക് ഇനി നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ സോയാ സോസാണ് കേട്ടോ, ഡാർക്ക് സോയാ സോസ് 1 ടീസ്പൂൺ അളവിൽ. പിന്നെ റെഡ് ചില്ലി സോസ് 1.5 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്. പിന്നെ വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. 2 ടീസ്പൂൺ നിറയെ, ഞാൻ നിറയെ തന്നെ എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. പക്ഷെ ഉപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല, കാരണം സോസിലെല്ലാം ഉപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. സോസ് പോരാന്ന് തോന്നണമെങ്കിൽ കുറച്ചും കൂടി സോസ് ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ മുട്ട പൊട്ടിപ്പോകാതെ പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഈ മുട്ടയിൽ എല്ലാത്തിലും ഈ ഒരു സോസ് നല്ലപോലെ ഒന്ന് കോട്ടായിട്ട് വരണം, അത്ര തന്നെ മതി. അപ്പം പിന്നെ എക്സ്ട്രാ നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഈ മുട്ടയും സോസും എല്ലാം കൂടെ ഒന്ന്
നന്നായിട്ട് ചൂടായിട്ട് വരണം. അത്രയും മതി. ഇതിലേക്ക് ഇനി സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസും കൂടി ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസും വൈറ്റ്സൊക്കെ ചേർക്കുമ്പോൾ നല്ല സൂപ്പർ ഫ്ലേവറോടുകൂടി തന്നെ വരും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണുള്ള അളവിൽ കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗോൾഡൻ കോയിൻ എഗ്സ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.